എല്ലാവർക്കും 90s വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാനസോണിക്കിൻ്റെ RS-FS430 എന്നുള്ള ഒരു ബൂം ബോക്സ് നമ്മളത് അസംബിൾ ചെയ്യാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ വീഡിയോയിലെ അസംബ്ലിങ്ങിൻ്റെ തൊട്ട് ഘട്ടം വരെ എത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അത് നമുക്ക് അസംബ്ലിങ് സെക്ഷൻ തുടങ്ങാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ അത് തുടങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക് കേസസ് എടുത്തിട്ട് അതിൻ്റെ ബേസ് പാർട്ട് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കേസാണ്. പ്ലാസ്റ്റിക് കേസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് പവർ സപ്ലൈ ബോർഡിൽ തുടങ്ങാം. പവർ സപ്ലൈ ബോർഡിൽ നമുക്കറിയാലോ ട്രാൻസ്ഫോമർ ഉണ്ടാവും, അതുപോലെ റെക്ടിഫയർ യൂണിറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കണക്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫിസിക്കലി അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിരുന്നു. ഇത് നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്തതാണ്, എന്നിട്ടാണ് ജസ്റ്റ് കാണിക്കുന്നത്. പിന്നെ ആ കൂടെ കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ഇനാമിൾഡ് വയറിൽ നമുക്ക് പുറത്ത് കാണാൻ പറ്റും, പക്ഷേ അത് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഞാൻ ഇതിലേക്ക് ഇലക്ട്രിക്കൽ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി. അതായത് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ്, റേറ്റഡ് വോൾട്ടേജ് കൊടുത്ത് നോക്കി, നമുക്ക് പ്രോപ്പർ ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല ചെറിയ ലോഡ് ടെസ്റ്റുകൾ, ചെറിയ റെസിസ്റ്റൻസ് വാല്യൂ കൊടുത്തിട്ട് നമുക്ക് ചെറിയൊരു ആംബിയറിലൊക്കെ ലോഡ് ചെയ്ത് നോക്കി, പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. അപ്പോൾ പിന്നെ വേറെ അതിനകത്തൊന്നും ചെയ്യാനില്ല. ഞാനത് വയർ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. അതിൻ്റെ പവർ സപ്ലൈയുടെ ഇൻപുട്ട്, മീൻസ് ഔട്ട്പുട്ട് പോകുന്ന ആ ഒരു ലൈൻ, DC ഔട്ട്പുട്ട് പോകുന്ന ലൈൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയ ലൈനായിരുന്നു. അപ്പം അതാണ് ഒരു ചെയ്തിട്ടുള്ള ഒരു മാറ്റം. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ വെക്കുകയാണ്. ഈ ഡെക്ക് നമുക്ക് ഓക്കെയാണ്. പിന്നെ അതിൻ്റെ മോട്ടർ ഇതായിരിപ്പുണ്ട്. മോട്ടർ നമുക്ക് ചെക്ക് ചെയ്യണം, മോട്ടർ വർക്കിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ ബെൽറ്റ്, ഇത് പുതിയ ബെൽറ്റാണ്. പഴയ ബെൽറ്റ് ഞാൻ റീപ്ലേസ് ചെയ്തു. ബെൽറ്റ് ഞാനത് മാറ്റിയെടുത്തു, പഴയ ബെൽറ്റ്. കാരണം പഴയ ബെൽറ്റിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് വലിഞ്ഞ് ലൂസായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ ഫ്ലൈ വീല് കാര്യങ്ങൾ വരുന്നത്, ഫാനിൻ്റെ. പിന്നെ ഇത് റെക്കോർഡിങ്ങും അതുപോലുള്ള ബട്ടൺസും. ഈ ബട്ടൺ അമരണമെങ്കിൽ നമുക്കറിയാലോ, ഇവിടെ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അത് ഇതിങ്ങനെ ലിഫ്റ്റ് ആയാൽ താഴെ വരും. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുകയാണ്, ലിഫ്റ്റ് ആയാൽ താഴെ വരും. ഓക്കെ, സിസ്റ്റം അത് വർക്ക് ചെയ്തത്. ഓക്കെ, നമുക്കിതിൽ ചില ഗിയറുകളൊക്കെ നമുക്ക് എടുത്തിട്ട് റിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഗിയറിനെ നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു അപ്പെന്ന് എഴുതിയിട്ടുണ്ട്, ഒക്കെ എടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്കത് ശരിയാക്കാവുന്നതാണ്. പിന്നെ അതുപോലെ കുറച്ച് ഗിയറുകളുണ്ട്, അതിൽ നമുക്കൊന്ന് തുടയ്ക്കുക. അതുപോലെ തന്നെ പിന്നെ ഐസോപ്രോപ്പൈൻ തുടയ്ക്കുക. അതുപോലെ നമുക്കതിന് കുറച്ച് ഗ്രീസോ അതുപോലുള്ള കുറച്ച് ലൂബ്രിക്കൻ്റ് കൊടുക്കണം. അപ്പോൾ അതാണ് ഈ അടുത്ത വരും. ഓക്കെ, നമുക്കത് ഗിയേഴ്സൊക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ്. അകത്തുള്ള സംഭവങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. എൻഡിൽ നമുക്ക് കുറച്ച് അഴുക്ക് പോലെ കാണുന്നുണ്ട്, അത് ഫെറൈറ്റിൻ്റെ ഇതാണ്. പക്ഷെ അത് പോകുമെന്നുള്ളത് അറിയില്ല. പക്ഷെ അതിൽ അഴുക്കുണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം ഇത് മാഗ്നറ്റിക് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ചെയ്യുന്നത്, മാഗ്നറ്റിക് റെക്കോർഡിംഗ് ആണല്ലോ. അപ്പോൾ ഡസ്റ്റ് മാക്സിമം നോക്കുക, എടുക്കാൻ പറ്റുമെന്ന് നോക്കുക. അതുപോലെ റോളറുകൾ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ഫ്രീ ആക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സോൾഡറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ടച്ചിങ്ങും സോൾഡറിങ് കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്. ഈ മോട്ടറിൻ്റെ 2 വയർ പൊട്ടിയിരിക്കുകയാണ്, അപ്പോൾ അത് സോൾഡർ ചെയ്യണം. അത് മാത്രമല്ല നമുക്ക് ബെൽറ്റ് നമുക്ക് വീണ്ടും ഇടണം. പിന്നെ മറ്റു കുറച്ച് ക്ലീനപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വർക്ക് ബെഞ്ചിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ 2 വയറും ഷോർട്ടായിരുന്നു, മീൻസ് ചെറുതായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്തിരുന്നത്, മോളക്സിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു വയർ റീപ്ലേസ് ചെയ്യാം. വേറൊരു സ്പെയർ വയർ എടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് കണക്ടർ ഉണ്ട്, ആ കണക്ടർ കട്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് സോൾഡർ ചെയ്യാം. മറ്റൊന്നാണ് ആദ്യം ഇതിൻ്റെ ട്രാക്ക്. ഇത് എടുക്കുകയാണ്. ഇത് ഡീസോൾഡർ ചെയ്തു ഫുള്ളായിട്ട്. നമുക്ക് ഓക്കെ, അപ്പോൾ മോട്ടറിൻ്റെ സോൾഡറിങ് കഴിഞ്ഞിരിക്കുകയാണ്.
ഇനി അപ്പുറത്തെ ഭാഗം മോളക്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ജസ്റ്റ് സോൾഡർ ചെയ്തു. നമുക്ക് സ്ലീവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ചാണ് അത് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ അത് ഐസൊലേറ്റ് ആവും. രണ്ടും പിന്നും 2 വയറും അതുപോലെ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഐസൊലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ അസംബ്ലിങ് സോൾഡറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മോട്ടർ ആ ബോർഡിനകത്ത് ആ ഒരു ഡെക്കിനകത്ത് പിടിപ്പിക്കണമെങ്കിൽ നമുക്ക് 2 ബെൽറ്റ് വേണം. അപ്പോൾ അതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ബെൽറ്റ് ഒരെണ്ണത്തിന് കുഴപ്പമില്ലായിരുന്നു, ഒരെണ്ണം മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആദ്യം ആ ചെറിയ പിന്നെ ആ ചെറിയ പുള്ളിയിൽ നിന്ന് ആ ഫ്ലൈ വീലിലേക്കുള്ള കണക്ഷൻ ആദ്യം കൊടുക്കണം. അതിന് ശേഷമാണ് രണ്ടാമത്തെ പുള്ളിയിൽ മീൻസ് ഫ്ലൈ വീലിൽ നിന്ന് മോട്ടറിലേക്കുള്ള രണ്ടാമത്തെ കണക്ഷൻ അതിന് ശേഷമാണ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഓരോ ഘട്ടം ഘട്ടമായി ചെയ്യണം. ഇത് അല്പം ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ്. ഞാൻ കുറേ ശ്രമിച്ചതിന് ശേഷമാണ് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ബാക്കി നമുക്ക് കണക്ട് ചെയ്തതിന് ശേഷം കാണാം. നമുക്ക് ഇതിൻ്റെ അസംബ്ലിങ് കഴിഞ്ഞു, നമ്മൾ ബെൽറ്റൊക്കെ ഇട്ടു. ഇനി നമുക്ക് അടുത്തത് നമുക്ക് DC ഒരു 9 വോൾട്ട് ഇതിൻ്റെ മോട്ടർ കറങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കൊടുത്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലൈ വീൽസൊക്കെ നല്ല രീതിയിൽ കറങ്ങുന്നത് കാണാൻ പറ്റും. നമുക്ക് ഇത് ജസ്റ്റ് കാണാൻ പറ്റും. എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ വരുന്നത്. ഓക്കെ, അതിൽ ഇവിടെ ഒരു ഗിയറിട്ട് ആ ഗിയറാണ് ഈ ലോഡ് ചെയ്തിരിക്കുന്ന മോട്ടർ റൊട്ടേറ്റ് ആവുന്നത്. പ്ലേ ബട്ടൺ അമർത്തുമ്പം ഈ ഗിയറിലേക്ക് അതിൻ്റെ എനർജി ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ഇതൊരു ഫ്രീ വീലാണ്, ഇത് പിഞ്ച് റോളറാണ് ആക്ച്വലി. ഇത് ഇവിടുത്തെ ഈ ഒരു ഇതാണ് തിരിയുന്നത്. ഓക്കെ, ഇനി സ്റ്റോപ്പ് അടിക്കുക, റിവൈൻഡ് കൊടുക്കുക, മറ്റേതിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത് കാണാം. ഫോർവേഡ് കൊടുക്കുക, അതിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത് കാണാം. സ്റ്റോപ്പ് ചെയ്യുക, പോസ് ബട്ടണാണിത്. റെക്കോർഡിംഗ് പോർഷൻ ഇതാണ്. ഇത് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ലിവർ പൊക്കി ചെയ്താൽ ഇത് അതും റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്ലേയിങ് മോഡ് തന്നെയാണ്. പ്ലേയിങ് മോഡിൽ ലെഫ്റ്റ് പുള്ളി ലെഫ്റ്റ് ഗിയർ ഇതാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോപ്പിംഗ് മെക്കാനിസം ഉണ്ട്. അത് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പിലേക്ക് പോകുന്നതാണ്. അത് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്പ്രിങ് ആണ് അതിനെ സംഭവം ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വീണ്ടും വർക്ക് ബെഞ്ചിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് കമ്പോണൻസ് കൂടി സോൾവ് ചെയ്യാനുണ്ട്. പവർ സപ്ലൈൻ്റെ ആ ഒരു ബാറ്ററിയുടെ പോർഷൻ, ബാറ്ററി കണക്ട് ചെയ്യുന്ന ഹോൾഡറിൻ്റെ 2 വയർ പോയിട്ടുണ്ട്, കണക്ഷൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീക്കർ ജസ്റ്റ് ഞാൻ പിരിച്ചു വെച്ചിട്ടേ ഉള്ളൂ, അത് നമുക്ക് വീണ്ടും സോൾഡർ ചെയ്യണം. അതിൻ്റെ കണക്ഷൻസ് വീണ്ടും സോൾഡർ ചെയ്യണം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഇതിൻ്റെ വയർ, അത് രണ്ടും സോൾഡർ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് റീവർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും വർക്ക് ബെഞ്ചിൽ വന്നിട്ട് നമുക്ക് അതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഈ ബാക്കി അസംബ്ലിങ് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, സോൾഡർ ചെയ്തു. ഇത് നമുക്ക് സ്പീക്കറിൻ്റെ കണക്ഷനും കൂടെ അതുപോലെ സോൾഡർ ചെയ്ത് വെക്കാം. ഞാൻ നേരത്തെ സോൾഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് ജസ്റ്റ് പിരിച്ചു വെച്ചിരിക്കുകയായിരുന്നു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും അത് സോൾഡറിങ് കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആ സ്പീക്കറിൻ്റെ 2 വയറുകളും 2 സ്പീക്കറിലും സോൾഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ട്വീറ്ററിൻ്റെ കണക്ഷനും ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കൈയോടെ ഈ സ്പീക്കറിൽ അസംബിൾ ചെയ്യാം. സ്പീക്കറിൻ്റെ കേസ് എടുത്തിട്ട് വരാം. ഓക്കെ, ഇതെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇത് അസംബിൾ ചെയ്യാം, സ്പീക്കർ. കാരണം സ്പീക്കറിൽ കുറച്ച് സോൾഡറിങ് ബാക്കി വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാമെന്നാണ്. ഒന്ന് നല്ല രീതിയിൽ അത് വയ്ക്കുക, ഫിക്സ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചെറിയ ട്വീറ്ററിന് 2 വയറുണ്ട്, ഇത് കാണാൻ പറ്റും, അത് കൊടുക്കുക. ഓക്കെ,
ഓക്കെ, സ്പീക്കറിൻ്റെ സെഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു വയറൊക്കെ. അതിനി നമുക്ക് ഓരോരോ സ്ക്രൂ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഓരോ സ്ക്രൂവിൻ്റെ കൂടെ ഒരു ഗ്രീസ്, നമുക്ക് നോർമൽ ഗ്രീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് തൊടിയിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പം ജസ്റ്റ് അത് രണ്ട് കാര്യമുണ്ട്, ഒന്ന് തുരുമ്പ് പിടിക്കത്തില്ല, മറ്റൊന്ന് നമുക്ക് ഇനി എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ലൂസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ജസ്റ്റ് ഒന്ന് ഗ്രീസ് തൊട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 4 സ്ക്രൂവും അതിൻ്റെ അതുപോലെ ചെയ്യുകയാണ്. 4 സ്ക്രൂ അതുപോലെ ഇടുകയാണ്. ഓക്കെ, ശരി. ഇനി നമുക്ക് ഓരോരോ പോർഷനായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ നടക്കാം. ഈ ഒരു ബോർഡാണ് അത് വരുന്നത്. അതിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫിക്സിങ് വരുന്നത്. ഓക്കെ, ഇതിൽ ഇത് കയറണം. അതുപോലെ ഇതിൽ മൈക്ക് ഫിക്സ് ചെയ്യുക. ഇതിൻ്റെ ഈ പോർഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ പോയിൻറ്റ്സും കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. കുറച്ച് ലോക്കിങ്സ് ഉണ്ടായിരുന്നു, അതാണത്. എല്ലാ സ്ക്രൂവിലും ചെറുതായിട്ട് ഗ്രീസ് കൊടുത്തിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എളുപ്പമുണ്ടല്ലോ മറ്റു കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇനി എല്ലാ സ്ക്രൂസും അതിൻ്റെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഫിക്സിങ് ഹോൾസൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ലെങ്തി ആവുന്നതുകൊണ്ട് ഞാൻ കുറേ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് സ്ക്രൂ ചെയ്തതിന് ശേഷം കാണാം. ഓക്കെ, ഇനി ട്യൂണിങ്ങിനെ സഹായിക്കുന്ന ഒരു പൽചക്രവും അതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് സംവിധാനമാണ് ഇനി ഘടിപ്പിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ നോബിനെ നമ്മുടെ ഫ്ലൈ വീലുമായിട്ട്, ട്യൂണിങ് ഫ്ലൈ വീലിലാണ് നമ്മുടെ ഗ്യാങ് കപ്പാസിറ്റർ ഉള്ളത്. അപ്പോൾ അത് ഘടിപ്പിക്കുന്ന ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യുകയാണ്, മീൻസ് അത് അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പണ്ട് ഞാൻ ഓർക്കുകയാണ് ഫിലിപ്സിൻ്റെ ഒക്കെ പഴയ സിസ്റ്റത്തിനകത്ത് ഈ ഒരു സംവിധാനം ചരട് വെച്ചിട്ടാണ്, ഈ ടൈ നൂൽസൊക്കെ വെച്ചിട്ടാണ് ഇതുപോലെ അതിനെ മൂവ് ചെയ്യിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഗിയർ സിസ്റ്റം, മീൻസ് അതിൻ്റെ ട്യൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ചരട് വെച്ചാണ്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ചരട് പൊട്ടും അല്ലെങ്കിൽ കുറേ മാറിപ്പോയി കഴിഞ്ഞാൽ വളരെ അതിൻ്റെ അസംബ്ലിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ദുഷ്കരമായിരുന്നു. പക്ഷേ ഇപ്പോൾ ടെക്നോളജി മാറിയപ്പം ഇത് കുറച്ചുകൂടെ എളുപ്പമായിട്ടുണ്ട്, അസംബിൾ ചെയ്യാൻ എളുപ്പമുണ്ട്. മാത്രമല്ല ഇത് വളരെ ആക്യുറേറ്റ് ആണ്, കാരണം കൃത്യമായിട്ട് അതിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ ആ ഒരു റൊട്ടേഷൻ സ്റ്റാർട്ട് മുതൽ എത്ര വരെ ഉണ്ടാവും എന്നുള്ളത് അളന്നിട്ട് കൃത്യമായിട്ട് അതിന് ഗിയർ കട്ടിങ്സ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം വളരെയധികം എന്താ പറയുക, കുറച്ച് ആക്യുറേറ്റഡ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ. അപ്പോൾ അത് വെച്ചതിന് ശേഷം നമുക്ക് ഡെക്കിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഡെക്ക് നമുക്ക് വയ്ക്കാൻ പറ്റും. ഡെക്കിൻ്റെ ഹെഡിൻ്റെ മോളക്സ് ആണ് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഡെക്ക് വെച്ചിട്ട് അതിന് മേലെയാണ് ഈ ട്യൂണിങ്ങിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് കേസ് വയ്ക്കുന്നത്. അപ്പോൾ അത് ഒരുമിച്ചാണ് അതിൻ്റെ സ്ക്രൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനി എന്ന് പറയുന്നത് ഇതിൻ്റെ 2 വയർ ഔട്ട് വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് മോട്ടറിൻ്റെ വയറും, മറ്റൊന്ന് പിന്നെ ഈ ലീഫ് സ്വിച്ചിൻ്റെ കണക്ഷൻ. അത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഒറ്റ മോളക്സിനകത്ത്, അതായത് ഒറ്റ കണക്ടറിനകത്താണ് അത് വന്നിരിക്കുന്നത്. ലീഫ് സ്വിച്ചും അതുപോലെ തന്നെ മോട്ടറിൻ്റെ കണക്ഷനും. ഓക്കെ, അപ്പോൾ അതാണ് ഇനി അടുത്തത് വയ്ക്കുന്നത്. ഓക്കെ, അത് വെച്ചു. ഇനി ബാക്കിയുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം. ഇനി ആ മെയിൻ ബോർഡിൽ ഇനി കുറച്ചും കൂടെ സ്ക്രൂസ് ചെയ്യാനുണ്ട്. മെയിൻ ബോർഡിൽ ലെഫ്റ്റ് സൈഡിൽ, ആംപ്ലിഫയറിൻ്റെ സൈഡിലൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യണം, അതായിരിക്കും ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഡെക്കിൻ്റെ കാര്യങ്ങളും അതുപോലെ ട്യൂണറിൻ്റെ കാര്യങ്ങളും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഫിക്സിങ് ഹോൾസിൽ നമുക്ക് സ്ക്രൂ വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പം നോക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീസ് വെച്ചിട്ടാണ് ഓരോ സ്ക്രൂസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡെക്ക് 4 സ്ക്രൂ ആണ് വരുന്നത്. 2 സ്ക്രൂ സപ്പോർട്ടിങ് ആയിട്ട് ട്യൂണിങ് പോർഷനും കൂടെ ഉണ്ടാകും. ആ ട്യൂണിങ് പോർഷൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ നോച്ച് വരുന്നില്ല. ആ നോച്ചല്ല, ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ആ പ്രൊജക്ഷനാണ് നമുക്ക് ഫ്രീക്വൻസിയെ കറക്റ്റ് കാണിച്ചു തരുന്നത്. അതിൻ്റെ കേസ് കവറും കൂടെ ഇടുമ്പം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അടുത്തായിട്ട് പവർ സപ്ലൈ ബോർഡ് നമുക്ക് ഈ കേസിനകത്ത് പിടിപ്പിക്കുന്ന ഒരു ക്ലാമ്പ് ഉണ്ട്, ട്രാൻസ്ഫോമർ ക്ലാമ്പ്. ആ ട്രാൻസ്ഫോമർ ക്ലാമ്പ് ഫിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ആ ക്ലാമ്പ് ശരിക്കും നല്ല ഹാർഡാണ്.
അപ്പം പ്ലെയർ ഇല്ലാതെ പറ്റത്തില്ല, പ്ലെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്റ്റാൻഡ് വെച്ചിട്ട് പ്ലെയർ വെച്ചിട്ട് അതിനെ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആ പവർ സപ്ലൈയുടെ ബോർഡ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു സ്പ്രിങ് ഉണ്ട്, ബാറ്ററിയുടെ ഇൻപുട്ട് വരുന്ന സ്പ്രിങ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഡെക്ക് വെച്ചതിന് ശേഷം അത് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതായത് ആദ്യം അത് വെച്ചതിന് ശേഷമാണ് ഡെക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചില കേസുകളിൽ ഇതുപോലെ നമുക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് വീണ്ടും ലൂസ് ചെയ്ത് ഓരോ സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഇടയ്ക്കൊക്കെ ഇതുപോലെ നമുക്ക് സംഭവിക്കാറുണ്ട് ആക്ച്വലി. എന്നിട്ട് നമ്മൾ വീണ്ടും ഡെക്ക് ടൈറ്റ് ചെയ്ത് ഡെക്കിൻ്റെ 4 സ്ക്രൂൺ ടൈറ്റ് ചെയ്ത് പഴയ അവസ്ഥയിൽ തന്നെ ആക്കി. ഓക്കെ, ഇനി നമുക്ക് കേബിളൊക്കെ ഒന്ന് ഒതുക്കി ശരിയാക്കുന്ന പരിപാടിയാണുള്ളത്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. കാരണം കേബിളിങ്ങും കാര്യം ഡ്രസ്സിങ് എന്നൊക്കെ പറയും ഇതിനെ, ഒന്ന് ഒതുക്കി അറേഞ്ച് ചെയ്യുന്ന പരിപാടിയൊക്കെ. ആക്ച്വലി ഞാൻ അല്പം നീളം കൂട്ടിയിട്ടിരിക്കുന്നതാണ്. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ മോഡുകളിലും നമുക്ക് അല്പം നീളം കൂട്ടിയിട്ടിരിക്കുന്നതാണ്. അത് നമ്മളൊരു ചെറിയൊരു വയറിൻ്റെ പീസ് വെച്ചിട്ട് കട്ട് ചെയ്ത് അതിനെ നമ്മൾ ടൈ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് അതിരിക്കും. മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് വേറെ മറ്റ് മോഡുകളിലേക്കൊന്നും കണക്റ്റ് ആവുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വയർ വീണ് സ്റ്റക്കാവുന്ന കേസുകളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് സ്മൂത്തായിട്ട് ഒന്ന് ഒതുക്കി അതങ്ങ് ഇരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കേസ് അടയ്ക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഇനി അടുത്തത് ബാക്കിയുള്ളത്. ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളത് ടോപ്പ് കവർ എടുത്ത് അടയ്ക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് വോളിയം കൺട്രോളിൻ്റെ നോബും അതുപോലെ നമ്മൾ FM മോണോ സ്റ്റീരിയോൻ്റെ ഒക്കെ ഒരു നോബുകളുണ്ട്, അതൊക്കെ ജസ്റ്റ് ഫിക്സ് ചെയ്യുക. ആ ഒരു പരിപാടിയാണ് ഇനി ബാക്കിയുള്ളത്. ഇനി എല്ലാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാം ഒന്ന് ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഫങ്ഷനാലിറ്റി നോക്കണം. ആക്ച്വലി ഞാനിതിൻ്റെ ഓരോ യൂണിറ്റും ചെക്ക് ചെയ്തായിരുന്നു. ട്രാൻസ്ഫോമർ ആയാലും അതുപോലുള്ള ടേപ്പ് ഡെക്ക് ആയാലും അത് സെപ്പറേറ്റ് ആയിട്ട് നോക്കിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വലിയ പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പ്രോപ്പറായിട്ട് വർക്കാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നാഷണൽ പാനസോണിക്കിൻ്റെ RX FS 430 നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ കംപ്ലീറ്റ് അസംബ്ലിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ ബാക്കിലെ വയർ കോഡ് കണക്ട് ചെയ്യണം. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കണം, അത്രയേ ഉള്ളൂ. വേറെ എല്ലാം ബാക്കിയൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. എപ്പോഴും നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ വാഷ് രാത്രി ആയാൽ പോലും മാക്സിമം ഞാൻ ആ ഒരു കെയർ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരാൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും അടുത്ത ബേബീസ് അതേ ടൈം കൊടുക്കുമ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. തൃശൂർ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കുമാർ സാനു ആലപിച്ച ഗാനം. ജാവേദ് അക്തറിന്റെ വരികൾക്ക് രാഹുൽ ദേവ് ബർമൻ സംഗീതം നൽകിയത്. ചിത്രം 1942 എ ലവ് സ്റ്റോറി.